ആണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇന്നലെ പ്രമുഖ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ നിരവധി പേരുകൾ ചർച്ചയായി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം NDAയുടെ സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്ന് കേന്ദ്രീകരിക്കുമ്പോൾ CP രാധാകൃഷ്ണൻ എന്നുള്ള ഒരു പേരിലേക്ക് എത്തുമ്പോൾ അത് BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പല ലക്ഷ്യങ്ങളും അവർ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ പേരിലേക്ക് എത്തിയത് എന്നുള്ളത്. അപ്പോൾ അതേ പാതയിൽ തന്നെ ആയിരിക്കുമോ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക്, ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത്തരത്തിൽ ഒരു പേരിലേക്ക് തന്നെ ആയിരിക്കുമോ ഇന്ത്യ സഖ്യവും കടക്കുക? ആര്യ, അങ്ങനെ കുറച്ച് ധാരണകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേർന്നപ്പോൾ ഒരു ധാരണയിലേക്ക് എത്താൻ സാധിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്തിമ തീരുമാനമാക്കുന്നതിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യോഗം ചേരുന്നത്. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിൽ DMK മുന്നോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ NDAയുടെ മിഷൻ സൗത്ത് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. 2026 കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഇലക്ഷൻ നടക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം ആണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ DMK അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് DMK നിർദ്ദേശിക്കുന്നത്. അതിന് ഒരു പക്ഷേ ഒരു പച്ചക്കൊടി കാട്ടാനുള്ള ഒരു ധാരണയിലേക്ക് യോഗം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കപ്പെടാം. അതിൽ ചില പേരുകൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അതായത് മയിൽസ്വാമി അണ്ണാദുരൈ മുൻ ISRO ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. മറ്റൊരു പേര് DMKയുടെ MP കൂടിയായിട്ടുള്ള തിരുച്ചി ശിവയുടെ പേരാണ്. ഈ രണ്ട് പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് തുഷാർ ഗാന്ധിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊന്ന് TMCയുടെ സ്ഥാനാർത്ഥിയെ വേണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മമതയുടെ തീരുമാനം അത് വളരെ നിർണായകമാകും ഈ യോഗത്തിൽ എന്നുള്ളത് തന്നെയാണ്. മമതയെ അനുനയിപ്പിച്ചുകൊണ്ടും വേണം മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് അല്ലെങ്കിൽ ഒരൊറ്റ പേരിലേക്ക് എത്താനുള്ളത് എന്നുള്ളതാണ് ഏറെ ആശങ്ക ഉയർത്തുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബീഹാറിൽ നിന്നൊരു സ്ഥാനാർത്ഥിയാകട്ടെ എന്നുള്ളൊരു ഏകണ്ഠേന സ്ഥാനാർത്ഥിയാകട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് യോഗം എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഒരു ധാരണയിലേക്ക് എത്തിയത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ലേബൽ വേണ്ട, മറ്റൊരാൾ മതി സ്ഥാനാർത്ഥിയാകുന്ന തരത്തിലേക്ക് എന്നുള്ളൊരു ചർച്ചകളായിരുന്നു ആദ്യം ചൂടുപിടിച്ചതെങ്കിൽ ഇപ്പോൾ മറ്റു പേരുകൾ കൂടി ചർച്ചയുടെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ CP രാധാകൃഷ്ണന്റെ പേര് പ്രഖ്യാപിച്ചതിന് ശേഷം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ചിരുന്നു. മല്ലികാർജുൻ ഖാർഗെയുമായും ഒപ്പം തന്നെ MK സ്റ്റാലിനും ഒക്കെയായി അദ്ദേഹം സംസാരിക്കുകയും ഫോണിൽ സംസാരിക്കുകയും ഒപ്പം തന്നെ പിന്തുണ ഉറപ്പാക്കണം, ഏകകണ്ഠേനമായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനോട് സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പോരാട്ടം നടക്കട്ടെ, ഒരു ഇലക്ഷനിലൂടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ ഒരു ഉപരാഷ്ട്രപതിയെ കണ്ടെത്തട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാരാണ് എന്നുള്ള ചോദ്യമാണ്. പേരുകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അതിൽ ആരാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. തീർച്ചയായും എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഇന്ന് ഉച്ചയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും എന്നതാണ്.